ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ കിണർ കിളക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ചക്കയുടെ പ്ലാവുമേ ചക്ക ഇങ്ങനെ കൊമ്പ് തൂങ്ങി നിൽക്കുന്നുണ്ട്. ആ കൊമ്പ് വെട്ടിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചക്ക ഒക്കെ കിട്ടിയിട്ടോ. ഇന്ന് ഒരു 2 ചക്ക കൊണ്ടുവന്ന് അപ്പോൾ അത് ആക്കാണ് കേട്ടോ. ചളിയല്ല, വെലങ്ങിയായതാണ് കേട്ടാ. ചക്കയിൽ പോയി ചവിട്ടിയിട്ടല്ലേ സാരില്ല. ഇനി വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടാ. വെളിച്ചെണ്ണ വയ്ക്കാം. അമ്മച്ചനോട് പറഞ്ഞു നോക്ക് വെളങ്ങിയായിന്ന്. നല്ലയാ ഊതി കൊടുത്താ പോകുന്ന അതിന്റെ വിചാരം പാവം. ഊതിയാ പോവില്ലട്ടാ. മേമ വിളഞ്ഞ കളഞ്ഞേരട്ടാ. കുട്ടി എന്താ പറഞ്ഞ അമ്മമ്മോട്? തമ്പുരു ആക്കിയത് എന്നാ അമ്മമ്മോട് പറഞ്ഞാളെ കളഞ്ഞുതരാന്. അമ്മമ്മോട് കളഞ്ഞുതരാൻ പറ. ആരപ്പ കളയഞ്ഞ്? ആ അമ്മച്ചൻ കളഞ്ഞൊരു ഇട്ടാ. അവിടെ ചെന്നാ മതി ഇട്ടാ. ചക്കല്ലേ, ചക്കൊക്കെ തിന്ന് വലുതാണ് കുട്ടികൾ. അച്ഛൻ ഒരു വട്ടച്ചമ്പ് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. ബാക്കി നിങ്ങളോട് പറിക്കാണ്. അച്ഛൻ പറിച്ച് കഴിഞ്ഞ് പോയി. ബാക്കി നിങ്ങളെ ഏൽപ്പിച്ചില്ലേ? എല്ലാവർക്കും ഉള്ളു. ഞാൻ കുറച്ച് വറക്ക കുട്ടികളോടൊക്കെ വരാന്. കുട്ടി വളഞ്ഞേറ്റ് പണി എടുത്തതാണ്. എന്റെ കുഞ്ഞാ കാലുമ്മ കുത്തിയത് കാണിച്ചു കൊടുത്താല് വെളഞ്ഞാണ് എന്റെ കുട്ടിയുടെ കാലുമ്മ. കുഞ്ഞിക്കാലും നോക്കട്ടെ. ആ അതാ വെളഞ്ഞയക്കണ്. കുഞ്ഞാപ്പിന്റെ കാലുമ്മ വെഞ്ഞായടി. ചാരിയടി ചാരയ്യടി. അമ്മമ്മ കണ്ണട വെച്ച് ഇജ്ജ് വെക്കാൻ വെക്കായിട്ടുള്ള ഞാൻ വെക്കാത്തത്. കുട്ടി അമ്മൂട്ടി വെക്കണ്ട. അമ്മൂട്ടി വെക്കാതെ അമ്മൂട്ടി വെക്കണ്ടട്ടാ. വേണ്ട, ഇങ്ങോട്ട് വെളിയിലെ തല കുത്തിയിട്ട് ചക്ക. ഇത് വറക്കാനുള്ളതാണ്, എടുക്കണ്ട. നമുക്ക് വൈഫൈ വലിക്കണം. നമ്മളെ ചാനൽ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് വൈഫൈ വലിക്കാം. അല്ലാതെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടക്കണിയിലാവും. പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അഞ്ചുട്ടി അതാ തൊടിയിലൊരു പാള. വേഗം പോയി എടുത്തോണ്ട് വരെ. നമുക്ക് വിശറി ഉണ്ടാക്കാം. ഓടൊന്നും വേണ്ട. ഓടണ്ട. അഞ്ചുട്ടി കുഞ്ഞു ഓടണ്ട. ചേച്ചി ഓടിക്കൊണ്ടിരും. ചേച്ചി വന്നേ. കുട്ടിക്ക് വിശറി ഉണ്ടാക്കാം, വീശിപ്പാള ഉണ്ടാക്കാം. വന്നേ. ഇതാ പാള അങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് എടുത്ത് വിശറി ഉണ്ടാക്കിക്കോളിയേ. നല്ല നിലയും വിളിയും കൂടിയാണ്ട്. അപ്പോൾ ദിവസങ്ങൾക്കകം അഞ്ചുട്ടിയുടെ ഹെയർ കെയറിങ് ആരംഭിക്കുന്നതാണ്. സ്കൂൾ പൂട്ടിയിട്ട് വേണം. പാത്തുമ്മ കടിക്കുന്നു. പാലെടുത്താൽ കടിക്കോ അമ്മൂട്ടിന്? പാളൻ എവിടെ നിന്ന് വിളിക്കുന്നു? വായോ പാളെ അമ്മൂട്ടി. പാത്തുമ്മ എടുക്കുന്ന അറിയാണ്. പാത്തുമ്മ കടിക്കുന്നു. പാത്തുമ്മ കടിക്കൂ. വീഡിയോ എടുക്കണ്ടാണ് ചേച്ചി. നല്ല രസമാണ് കേട്ടോ. വറക്കാനൊക്കെ പറ്റിയ അടിപൊളി ചക്കയാണ്. കുറെ ചക്ക ഒന്നും അങ്ങനെ വറക്കാൻ കിട്ടാറേ ഇല്ല. കിട്ടുകയാണെങ്കിൽ തന്നെ കാനുള്ള ചോളയാവും. അപ്പൊ ചക്ക വറക്കാനും പറ്റില്ല. അപ്പൊ ഇത് വറക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഇങ്ങനെ പിച്ചി ഇടുകയാണ് കേട്ടോ. വീഡിയോ എടുത്തരാ വേണം.
വറക്കാൻ പറ്റിയ ചക്കയാണ്. നാളെ കണ്ട് കുട്ടികൾ പറഞ്ഞു വറക്കുക നാളൊന്നും വറക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം വറക്കട്ടെ. എനിക്ക് മെനക്കെടാണ്, എനിക്ക് പണിയാണ്. അത് വീട്ടിൽ എൻ്റെ പണിയൊക്കെ അവിടെ വെക്കും ഇതിനൊക്കെ നിന്നാൽ. ഇപ്പം എന്നിപ്പോൾ അങ്ങനത്തെ ചക്ക കിട്ടില്ല. ഇതിപ്പോൾ അടുത്ത വീട്ടിൽ ഈ മഴ ആയാൽ ചക്കൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. പാവം ചേച്ചിക്ക് ചേച്ചിനെ അടിച്ചില്ലേ? പാവം ചേച്ചിട്ട കഷ്ടം. എടി ഉമ്മയ്ക്ക് നോക്കടി. എടി എത്ര ഉമ്മച്ചടി തന്നെ അടിച്ചാലെന്താ അത്ര ഉമ്മട്ടി വല്ലാത്ത തുമ്പി ചേച്ചി പോയി. വല്ലാത്തൊരു കഷ്ടല്ലേ. എവിടേക്കാ പോയി? എവിടേക്കും പോയിട്ടില്ലേ ഓള്? വല്ലാത്തൊരു കഷ്ടം. വല്ലാത്തൊരു കഷ്ടം. ആ തമ്പുരുവിനെ തച്ചത് കഷ്ടം അല്ലേ? കഷ്ടം എന്ന് പറഞ്ഞ കഷ്ടം എന്നറി കഷ്ടം എന്നറി വല്ലാത്തൊരു കഷ്ടം എന്നറി വല്ലാത്തൊരു കഷ്ടം എന്നറി കട്ടട്ടാ ഇതാ ചിന്നണത് ക്യാരറ്റാ. പേരക്കുട്ടി അതാ ക്യാരറ്റൊക്കെ കൂടി തിന്നണ എത്തമ്മ. കയറ്റ് തിന്നോളിട്ടാ. ചക്കക്കുരുക്കാളും നന്ന്. ചക്കക്കുരു വാങ്ങിയ അല്ല ഓള് കയറ്റ് തിന്നു. അമ്മമ്മയ്ക്കാ മുട്ടി തിന്നാടി. വേണ്ട കുട്ടി വലിയ സാധനം തന്നെ. കൊടുക്കണ്ട കഴിയൂ. കഴിഞ്ഞ് ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പണി എന്താ വെച്ചാൽ ചക്കര പൂണ്ടി വൃത്തിയാക്കലാട്ടാ. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, അതാണ് ഭയങ്കര സൗണ്ട്. ട്രെയിന് അടുത്ത് തന്നെയാണ് ഇട്ടാ റെയില്, അതാണ്. അപ്പോൾ ഈ ചക്കര പോണ്ടി പറഞ്ഞാൽ നമ്മളവിടെ ഈ സാധനത്തിൽ ചക്കപ്പോണ്ടി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ കുരു വീട്ടിൽ ഇവിടെ അധികം ആളിങ്ങനെ കഴിക്കാം. പക്ഷെ ചെറിയ അനിയത്തി വരുമ്പോൾ ചക്കക്കുരു ഭയങ്കര ഇഷ്ടാട്ടാ ഓൾക്ക്. അപ്പോൾ ഓള് ചക്കക്കുരു ഒക്കെ കൊണ്ടുപോകും. അവർ ചക്കക്കുരു പൊരിക്കും, ജ്യൂസ് അടിക്കും, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, പക്ഷെ എപ്പോഴൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം അമ്മ ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തേക്കും. എന്നാൽ പിന്നെ അവരുടെ വീട്ടിൽ കുറേ കുടുംബക്കാരും എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ അവരാണെങ്കിൽ കൂടുതൽ വെജിറ്റേറിയൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ ചക്കക്കുരു ഒക്കെ അമ്മ അവൾക്ക് കൊടുത്തയക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചക്കക്കുരു ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചക്കക്കുരു. മുളകിട്ട് വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാട്ടോ. തക്കാളിയും ചക്കക്കുരു കൂടി മുളകിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നല്ല ഇഷ്ടമാണ്. കുക്കറിൽ 2 വിസിലടിച്ചാൽ മതി. എന്നിട്ട് നല്ല ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ കൂടി വറുത്തിടുക, മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കോഴി ഇത് അരി വെച്ചിട്ട് വന്നാൽ പോകുന്നുണ്ട്. ഇപ്പൊ 2 ദിവസമായില്ലേ ഇപ്പൊ മഴ. വിറകൊക്കെ എന്താ പാട്? നനഞ്ഞാ? അന്നാന്ന് കത്തിക്കാൻ ഇത്ര സ്ഥലമില്ല. ഇനിയിപ്പോൾ ഏത് എന്നൊക്കെ ഇനി ഒരു ബർഗർ ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ല. ബർഗർ ഇപ്പൊ കെട്ടുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത മാസം കെട്ടണ്ടേ? ബർഗർ കെട്ടണം ഇപ്പൊ അടുത്ത മാസം കിട്ടൊക്കെ. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? എവിടേക്ക് എടുത്തിടുക? ഇത്ര സ്ഥലമായി ചകിരിയൊക്കെ നനഞ്ഞില്ലേ? പിണ്ടിയായി. അതപ്പോൾ ഇന്നലെ കത്തിക്കാനുള്ള ലേശം എടുത്തിട്ടാണ്. അതാണ് ഈ വിറകൊക്കെ അല്ലേ കത്തിക്കാൻ വേണ്ടിട്ട് തൽക്കാലം ഇട്ടതാ. ചക്ക വന്നാക്കലും കഴിഞ്ഞില്ലേ? ഞങ്ങൾ മഴ വരുന്നുണ്ട് കാരണം പോകുന്നതന്നെ. ഇത് ബാക്കിയൊക്കെ പൊത്തി കൂട്ടി മൂടിയാണെങ്കിൽ എങ്ങനെ നനയിലായിരുന്നു. ഇന്നലേക്ക് മൂട ഒന്നും കിട്ടിയില്ല. അന്ന് ഞാൻ പറഞ്ഞതൊക്കെ തീരണ്ടാന്ന്. അച്ഛനൊക്കെ പൊത്തി കൊണ്ടാണ് തീയിട്ട് കടലാസ് ബർഗർ പൊളിച്ച. ആ പൊളിച്ച കടലാസ് തന്നെ മതിയായിരുന്നു തീയിടാൻ. മൂടിയിടാൻ എന്നത് ഇങ്ങനെ ചണ്ടി ആയിരുന്നില്ല. ഒക്കെ തീയിട്ട് പോലെ കടലാസ് തീയിട്ട്. വിറകൊക്കെ കുറവാണ്. ഗ്യാസ് ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ. അമ്മമ്മയ്ക്ക് വിസ വരാനായി എന്നാ കുട്ടി പറയണത്. എന്താ കഥ? അമ്മ ഇതൊക്കെ ഞാൻ കുഴി കളഞ്ഞതാണ് കേട്ടാ, വാരിയിട്ടാണ് ചണ്ടി വൃത്തിയാക്കിയതാ. ഡിച്ചൈത്താനേ ഞാൻ മോളെ കഴിച്ചപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് അമ്മ എന്നെ മോളെ കഴിക്കണ്ടോ? അപ്പം ഞാൻ പറയും ചെയ്ത്താനേന്ന്. ഞാൻ അന്നല്ലാതെ ആരേടി മോളെ നോക്കിയാല്. ഈ കുട്ടി വൈകുന്നേരം അനിയൻ വരുമ്പോഴേക്കും അമൃതം പൊടി ഇട്ട് ഉണ്ട ഉണ്ടാക്കുകയാണ് കേട്ടാ. ശ്രീകൂട്ടന് നല്ല ഇഷ്ടമാണ് അമൃതം പൊടി ഉണ്ട. അപ്പോൾ പറഞ്ഞു അമ്മ നമുക്ക് ശ്രീകൂട്ടനും കണ്ണിന് വരുമ്പോഴേക്കും ഉണ്ട ഉണ്ടാക്കാന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യുമ ചക്ക. അപ്പം എൻ്റെ കയ്യുമ ചക്കയാണ്, അതുകൊണ്ട് ഞാൻ ഓളോടനെ 2 വറുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടി പാവം അമൃതം പൊടിയൊക്കെ വറുത്തിട്ട് ഉണ്ട ഉരുട്ടിയിട്ട് പാത്രത്തിലിട്ടിട്ട് തരും കേട്ടാ. ശർക്കരക്കൊക്കെ എന്തൊരു കളറാ. അമ്മനെ കാണാൻ അത്ര കളറുണ്ടാ? ഇല്ല.
ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. കുട്ടിറങ്ങിയാണ്ട് അമൃതപൊടി ഉണ്ട മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും സ്കൂളിൽ തരുമ്പോഴേക്ക് ഞാൻ അതും കൂടി അത് വൃത്തിയാക്കിയായിരുന്നു. പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് അത്. പിന്നെ ചക്ക വറുക്കാനുണ്ട്. അത് ഉണ്ടാക്കി വെച്ചിട്ട് അവർ വരുമ്പോഴേക്ക് ചക്ക ആവില്ല. അതാ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഫാനോ ഏറ്റവും ചൂടാറാൻ വേണ്ടി ഫാൻ ഇട്ടേ കണ്ടങ്ങനെ വൃത്തി വെച്ചാൽ എല്ലാവർക്കും ഓരോ ഉണ്ടേ, 1-2 ഉണ്ടേ, കുറച്ച് കട്ടൻ ചായ ഉണ്ടെങ്കിൽ തൽക്കാലം തൽക്കാലം ശാന്തിക്കായി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും ചീത്തതും ഒക്കെ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളായാലും എല്ലാം അറിയിക്കാനും മറക്കരുതേ. ആ സ്കൂളിട്ട് വന്നല്ല. നല്ല ഉണ്ടേനെ ചായക്കടി.